ആങ്ങളാരിറങ്ങിയിട്ടുണ്ട്. ആദ്യം നമ്മുടെ സ്വർഗവും നരകവും തമ്മിൽ പറയും. അത് നമ്മൾ ഉൾക്കൊള്ളുന്നില്ല എന്ന് കേട്ടാൽ വേഗം അവരുടെ സ്വഭാവം മാറും. ഒന്നെങ്കിൽ തെറിവിളി അല്ലേ ഞാൻ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലാണുള്ളത്. ഇന്ന് ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാനിപ്പം ഇവിടെ നിൽക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ജസ്ന സലീം ഒരുപാട് പേർക്ക് അറിയാം. ഞാൻ ഇതിനു മുമ്പേയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം ആ കുട്ടി ഒരു മുസ്ലിം കുട്ടിയാണ്. മുസ്ലിം ആയതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണന്റെ ഫോട്ടോസൊക്കെ വരച്ച് ഫ്രെയിം ചെയ്യുന്നത് കൊണ്ട് ആ കുട്ടി ഒരുപാട് നെഗറ്റീവ് കേൾക്കുന്നുണ്ടായിരുന്നു. മുസ്ലിമായ നീ എന്തിന് ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരയ്ക്കണം എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഈ ജസ്ന സലീമിന് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളതായിരുന്നു. മുസ്ലിമാണ് നീ എന്തിന് ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരയ്ക്കണം, ഫ്രെയിം ചെയ്യണം, ഈ ഒരു ചോദ്യം. ഇത് ഒരുപാട് പേര് അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഭീഷണി അടക്കം വന്നിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പേയും ഇവരുടെ കേസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ രണ്ട് വീഡിയോ കാണാൻ ഇവരുടെ രണ്ട് വീഡിയോ. ഒന്ന് ന്യൂസിൽ വന്നതാണ്, ഒന്ന് ഇവര് നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട് ഒരു ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരച്ച് ആ സംഭവമാണ്. അത് നമുക്ക് ആദ്യം കാണാം, എന്നിട്ട് നമുക്ക് ന്യൂസിലുള്ളത് കേൾക്കാം. ഞാൻ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലാണുള്ളത്. ഇന്ന് ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാനിപ്പം ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ഒരുപാട് കാലത്തൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിക്ക് ഒരു ഫോട്ടോ സമ്മാനിക്കുക എന്നുള്ളത്. അത് ഇന്ന് ഇവിടെ വെച്ച് എൻ്റെ കണ്ണൻ എനിക്ക് സാധിപ്പിച്ചു തന്നു. അപ്പം അതിൻ്റെ സന്തോഷത്തിൽ കണ്ണന് ഞാനിവിടെ നിന്നൊരു ഫോട്ടോ സമർപ്പിക്കുകയാണ്. കണ്ണനോടും കൂട്ടത്തിൽ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനോടും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. സ്വന്തം മക്കളുടെ വിവാഹം എന്ന് പറയുന്നത് ഏതൊരു മാതാപിതാക്കൾക്കും ടെൻഷനും ആദ്യം ഏറി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. അതിൽ കൂടെ തന്നെയും മറ്റുള്ളവരുടെ കാര്യം നോക്കുക എന്ന് പറയുന്നത് അതെല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. അതേപോലത്തെ ഒരു മനുഷ്യനാണ് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടന്. എൻ്റെ ഇങ്ങനൊരു ആഗ്രഹം മകളുടെ കല്യാണ തിരക്കിലൂടെയും ആ പേപ്പറുകളൊക്കെ ഓടി നടന്ന് ശരിയാക്കി എനിക്ക് ഈ ഒരു ആഗ്രഹം സാധിപ്പിച്ചു തരാൻ എൻ്റെ കൂടെ നിന്ന കണ്ണനോടും സുരേഷ് ഗോപി ചേട്ടനോടും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂട്ടത്തിൽ ഈ ഒരു ഫോട്ടോ ഞാൻ എൻ്റെ കണ്ണന് സമർപ്പിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ മോദിജിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത ഫോട്ടോയാണ്. എന്നിട്ട് മോദിജിക്ക് കൊടുക്കുന്ന ഫോട്ടോസ് ഞാൻ ഇവിടെ സൈഡിലൊന്ന് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത്. ജസ്ന ഒരു മുസ്ലിം കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഈ കണ്ണന്റെ ഫോട്ടോ വരയ്ക്കുന്ന ഭയങ്കര നെഗ്ഗാണ് ആള് കേൾക്കുന്നത്. ഇപ്പോഴും വർഗീയതയും ജാതി മതമൊക്കെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നിടത്ത് എന്തുവാടെ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. എന്തായാലും ന്യൂസിൽ ജസ്നയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. ന്യൂസ് കേരളയിലാണ്. ഈ ഒരു വിശ്വാസത്തിൽപ്പെട്ട ആളാണ് നിങ്ങൾ. അതിന് വിരുദ്ധമായി അല്ലെങ്കിൽ മറ്റൊരു ദൈവത്തിന്റെ പടം വരയ്ക്കുന്നതിന് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളിൽ നിന്ന് എതിർപ്പൊക്കെ ഉണ്ടാവാറുണ്ടോ? എങ്ങനെയാണ്, ഭീഷണികളൊക്കെ വരാറുണ്ടോ? അതൊന്നും പറയണ്ടപ്പോ. എനിക്ക് കുറേ സദാചാര ആങ്ങളാരിറങ്ങിയിട്ടുണ്ട്. ആദ്യം നമ്മുടെ സ്വർഗവും നരകവും തമ്മിൽ പറയും. അത് നമ്മൾ ഉൾക്കൊള്ളുന്നില്ല എന്ന് കേട്ടാൽ വേഗം അവരുടെ സ്വഭാവം മാറും. ഒന്നെങ്കിൽ തെറിവിളി അല്ലെ തോന്നിയാസം വിളി, അല്ലെങ്കിൽ അവർക്ക് എന്താണോ പറ്റുന്ന ആ രീതിയിലാണ് അവർ സംസാരിക്കുക. അവർക്ക് അതാണ്. അതായത് ഈ ജസ്നയുടെ ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കിത് വളരെ ക്ലിയർ ആണ്. വോയിസ് മെസ്സേജുകളടക്കം ഇവരുടെ ബിസിനസ് അക്കൗണ്ടുകളിലേക്കും അല്ലാതെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളടുത്ത് വോയിസ് മെസ്സേജ്, കമന്റ് രൂപത്തിൽ ഒരു നല്ല സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ട്. അതായത് മതപരമായി ഒരുപാട് മോശമായ രീതിയിൽ ഈ പറയുന്ന ജസ്ന സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ ഈ മതപരമായി നേരിടുന്ന സൈബർ അറ്റാക്കിന് വലിയ പ്രശ്നങ്ങൾ വരും. അത് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല ഏതൊക്കെ രീതിയിൽ. ഈ മതം തലയ്ക്ക് പിടിച്ച് നടക്കുന്നവന്മാർ എന്തൊക്കെ ചെയ്യുമെന്ന് പോലും അറിയത്തില്ല. അങ്ങനത്തെ ഒരു രീതിയിൽ വരെ സൈബർ അറ്റാക്ക് ജസ്ന നേരിടുന്നുണ്ട്. പക്ഷേ ഏതൊക്കെ വന്നിട്ടും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും അതൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോകുന്ന ജസ്നയ്ക്കാണ് ബിഗ് സല്യൂട്ട്. മനസ്സിലായ? ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഏത് മതമായിക്കോട്ടെ ജാതി ആയിക്കോട്ടെ, നമുക്ക് ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യണം എന്നുള്ളൊരു ഇത് തിങ്കികളുടെ ഇത് 2024 ഇതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോഴും ഈ മതപരമായ വിശ്വാസങ്ങളിലൊന്നും ഞാൻ ഒരിക്കലും ഒരു എതിര് പറയുന്നില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു വിശ്വാസം, അതായത് ഇപ്പൊ മുസ്ലിമായ ജസ്ന ഒരു ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരയ്ക്കുക, അത് ഫ്രെയിം ചെയ്ത് വിൽക്കുക, ഇങ്ങനെയൊക്കെ അത് നെഗായിട്ട് കാണുന്നവരടുത്ത് എനിക്ക് ഒന്നും പറയാനില്ല. നിങ്ങൾ എന്ത് മെന്റാലിറ്റിയിലാണ് ഈ ചിന്താഗതിയും കൊണ്ട് നടക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. അതൊക്കെ മാറേണ്ട സമയം ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലായ? ബാക്കിയേക്കാം. അവരുടെ ചിന്താഗതി എന്നെ ഉപദേശിച്ച് നന്നാക്കിയാൽ അവർക്ക് സ്വർഗം കിട്ടുന്ന ആ തെറിവിളിയാണെങ്കിലും അത് അവർക്ക് വിഷയമില്ലാത്തൊരു രീതിയിലാണ്. ഗെട്ടിട്ട് ഞാൻ പോയി കംപ്ലൈന്റ് കൊടുത്തതാണ്. ഞാൻ ചാവും, ഞാൻ വണ്ടി തട്ടി ചാവും, ഞാൻ ചത്തുപോകുന്നു പറഞ്ഞ് ഈ ചാവുക എന്ന് പറയാൻ തന്നെ പാടില്ല. അത് അവർക്ക് കുഴപ്പമില്ല. അത്രക്ക് അവരെന്ത് ചെയ്യുന്നോ എന്ന് പറയുന്നത് ഒരു വിഷയമില്ല. ഞാൻ ചെയ്യുന്നതിൽ മാത്രമാണ് അവർ കുറ്റം കണക്കാക്കുന്നത്.
ഞാൻ എപ്പോഴും പറയും ഇതെന്റെ ഒരു വരുമാന മാർഗമാണ്, എന്റെ അന്നമാണ്. അത് ആര് പറഞ്ഞാലും ഞാൻ നിർത്തൂല. അല്ലെ ഉപദേശിക്കാൻ ആർക്കും പറ്റും. ഈ ഉപദേശിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഒരു നേരത്തെ അരി എനിക്ക് വീട്ടിൽ വാങ്ങിക്കൊണ്ട് ഇന്ന് വരെ കൊണ്ട തന്നിട്ടില്ല. അത് ശരിയാ. അതായത് ഇപ്പോ വരുമാന മാർഗമായിട്ടാണ് ജസ്റ്റിനെ ഇതിനെ കണ്ടിട്ടുള്ളത്. ഫോട്ടോ വരയ്ക്കുന്നു, ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നു, അതൊരു വരുമാന മാർഗം തന്നെയാണ്, നല്ല അടിപൊളി ബിസിനസ് തന്നെയാണ്. പക്ഷെ ഈ പറയുന്നവരോ, ഈ പറയുന്നല്ല വർഗീയത പറയുന്നവര് ജസ്റ്റിനേക്ക് ചെലവിന് കൊടുക്ക്, മാസം 2-3 ലക്ഷം രൂപ കൊടുക്ക്, എല്ലാവരും കൂടി പിരിച്ച്, അപ്പോഴവര് ചിലപ്പോ പടം വരപ്പ് നിർത്തും. പിന്നെ അല്ലാതെ എന്തോന്ന് പറയാണ്ടേ, ഇത് ചുമ്മാ വന്നിരുന്ന് വർഗീയത പറയാം. അവർക്കൊരു വരുമാന മാർഗമാണത്. അതിനെ നീയൊക്കെ കൂടി കഞ്ഞുകൂടി മുട്ടിക്കാനാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 2-3 ലക്ഷം നിങ്ങൾ എല്ലാവരും കൂടി പിരിച്ച്, ഈ വർഗീയത പറയുന്ന ടീംസ് എല്ലാം കൂടി പിരിച്ച് അവർക്ക് കൂടെ അവർ ചിലപ്പം മിണ്ടായിരിക്കും. അതെനിക്കറിയില്ല, ഉറപ്പൊന്നുമില്ല, ഇത് എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ്. ചിലപ്പോൾ അവർ മിണ്ടായിരിക്കും. അതുകൊണ്ട് ഇതിലൊക്കെ പോയിട്ട് ചുമ്മാ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാതിരുന്ന പോലെ എന്തായാലും അവരൊരു കണ്ണന്റെ ഫോട്ടോ വരച്ച് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഭാഗ്യൊക്കെ. അല്ലെങ്കിൽ ഞാനോ എൻ്റെ കുഞ്ഞുങ്ങളോ അല്ലെ എൻ്റെ കുടുംബമോ സുഖമായിട്ടാണോ ജീവിക്കുന്നതെന്ന് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. ഉപദേശിക്കാൻ അത് ആർക്കും എവിടെ നിന്നും പറ്റും. അതിന് ഞാൻ ഉൾക്കൊള്ളുന്നില്ല. അത് ദൈവമാണ്, ആ ദൈവത്തിനെ ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അന്നം തരുന്നത്, നമ്മുടെ മുമ്പിൽ വിളമ്പുന്ന ചോറ് നമുക്ക് വിശ്വാസമില്ലേ നമുക്ക് തിന്നാൻ പറ്റൂല. ആ ഒരു ബേസിൽ നോക്കിയാൽ വെച്ചാൽ എനിക്ക് പൂർണ്ണ വിശ്വാസത്തോടു കൂടെ തന്നെയാണ് ഞാൻ ദൈവത്തിനെ വരയ്ക്കുന്നത്. അതെന്റെ വരുമാനവും കൂടിയാണ്, രണ്ടും കൂടിയാണ്. അത് അവരാണ് മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥ ഒരു ഭക്തിയുള്ള അല്ലെ യഥാർത്ഥ ഒരു മുസ്ലിം എന്ന് പറയണ്ട, യഥാർത്ഥ ഒരു വിശ്വാസിയാണെങ്കിൽ ഒരാളെ ഉപദേശിക്കാൻ പോകില്ല. അവരുള്ളതും അവർ തെറ്റാണോ ശരിയാണോ എന്നല്ല, അവർ ചെയ്യുന്നതെന്തോ അത് അവരും പടച്ചോനും തമ്മിൽ തീർത്തോളും എന്നേ പറയുള്ളൂ. അല്ലാതെ അവരെ ഉപദേശിച്ച് തെറി വിളിച്ച് തോന്നിയാസം വിളിച്ച് നന്നാക്കാനല്ല നോക്കുക. ഈ തെറി വിളിയും തോന്നിയാസം വിളിയൊക്കെ മോശമല്ലേ? അതെന്താ അവർ ചിന്തിക്കാത്ത? അപ്പൊ അവർക്ക് സ്വർഗത്ത് പോകണ്ടേ? അതവർ ചിന്തിക്കുകയേ ചെയ്യുന്നില്ല. ജസ്റ്റിനെ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ജസ്റ്റിനെ സ്വർഗത്തിൽ പോകില്ല, നരകത്തിലേ പോകത്തുള്ളൂ എന്നൊക്കെയുള്ള വല്ല മതപരമായി വളരെ വളരെ രീതിയിൽ സൈബർ അറ്റാക്ക് ഈ പറയുന്ന ജസ്റ്റിനെ നേരിടുന്നുണ്ട്. അത് എക്സ്ട്രീം ലെവലാണ്. കാരണം ഞാൻ അന്ന് വോയിസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പോഴും അന്തിച്ചു പോകുന്നു, ഇത്രയും ഇങ്ങനെ ഇപ്പോഴും ആൾക്കാരുണ്ടോ ഉള്ളിൽ വിഷം, ഈ മതപരമായി ഇങ്ങനെ വിഷം കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടോ? വിശ്വാസം വേണം, എനിക്കുമുണ്ട് എൻ്റെതായ വിശ്വാസങ്ങൾ. നമ്മുടെ വിശ്വാസം കാണണം, മറ്റൊരാൾക്ക് ഒരു ദോഷം വരല്ല. അതാണ് യഥാർത്ഥ ഒരു മതസൗഹൃദമായ കാര്യം. മനസ്സിലായ? നമ്മുടെ വിശ്വാസം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. നിന്റെ വിശ്വാസം എന്തായിക്കോട്ടെ, നീ ഏത് രീതിയിൽ വിശ്വസിക്കുന്നു, മറ്റാർക്കും ഒരു ഉപദ്രവമില്ലാതെ നീ എന്താണ് വിശ്വസിക്കുന്നത്, ആ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. മനസ്സിലായ? അല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ നീ ആ ദൈവത്തിന്റെ ഫോട്ടോ അടിച്ച് ഈ ദൈവത്തിന്റെ ഫോട്ടോ അടിച്ച് മറ്റേ മതത്തിൽ നീ എന്തിനു പോയി, അവിടെ നിന്ന് എന്തിനു പോയി, അവിടെ പോയി ഫുഡ് കഴിച്ച് ഇവിടെ പോയി ഫുഡ് കഴിച്ച്, ഇതൊന്നും ഒരിക്കലും ഒരു നല്ലൊരു ചോയ്സ് അല്ല, നല്ലൊരു കാര്യമല്ല. മനസ്സിലായോ? നമ്മളെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് ശ്രീനാരായണ ഗുരു പണ്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒത്തു നിന്ന് ഇവിടെ മതത്തിന്റെ പേരിൽ അടിവെക്കാതെ മതത്തിന്റെ പേരിൽ കുറ്റം പറയാതെ ഇരുന്ന് നോക്ക്, അടിപൊളിയായിരിക്കും. ഈ ജസ്റ്റിനെ എന്തുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല? അവർ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരച്ചുകൊണ്ട് അല്ലേ? ഇതൊക്കെ വളരെ മോശമാണ്. വളരെ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ്. അവരവരുടേതായ രീതിയിൽ അവരൊരു വരുമാന മാർഗമായി കണ്ടുപോകുന്ന സംഭവത്തിന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇനിയെങ്കിലും വച്ച് നിർത്തുക. അവർ ജീവിക്കട്ടെ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കുറെ ചെലവിന് കൊണ്ട് കൊടുക്കും, അപ്പം പിന്നെ ഓക്കെ. അല്ലാതെ ഈ ദൈവത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ എന്തിനാണ് ഇവിടെ ഫൈറ്റ്? ദൈവം ഉണ്ട്, ദൈവത്തിന്റെ പേരിൽ നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ വിശ്വസിക്കൂ, ഉറച്ചു വിശ്വസിക്കൂ. നിങ്ങളുടെ വിശ്വാസം കാരണം മറ്റൊരാൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാകരുത്. അതാണ് യഥാർത്ഥ വിശ്വാസം. അതാണ് ദൈവം പറയുന്നത്. നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് നിങ്ങൾ നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന്. അതായത് നിന്റെ വിശ്വാസം എന്തോ ആയിക്കോട്ടെ, ഞാൻ ആ ഒരു ലെവലാണ് കണ്ടിട്ടുണ്ട്. നിന്റെ വിശ്വാസം എന്തോ ആയിക്കോട്ടെ, എന്തായാലും അത് നിന്നെ രക്ഷിക്കട്ടെ. മനസ്സിലായ? അതിപ്പം ദൈവത്തിന്റെ കേസിലായാലും ഏത് കേസിലായാലും നിന്റെ വിശ്വാസം, നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടോ, അത് നിന്നെ രക്ഷിക്കട്ടെ. നീ വിശ്വസിക്കുന്ന ഇന്ന ദൈവമാണ്, അത് നിന്നെ രക്ഷിക്കട്ടെ. അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ വിശ്വസിക്കുന്ന ദൈവം, ആ ദൈവത്തിനെ മാത്രം നീ വിശ്വസിച്ചാൽ മതി, അല്ലെങ്കിൽ ആ വിശ്വാസങ്ങളിലൂടെ മാത്രം നീ പോയാൽ മതി എന്ന് പറയുന്നത് വളരെ റോങ് ആണ്, വളരെ തെറ്റാണ്. അങ്ങനത്തെ ഒരു ചിന്താഗതി ഫസ്റ്റ് ഓഫ് എടുത്ത് മാറ്റുക. മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.